ഹലോ ഹായ് പ്രോൺസ് ബ്രിഞ്ചോൾ മസാല റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വരുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. വെൽക്കം ടു വെനസ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മളൊരു പാൻ വെച്ച് ഓയിൽ ചൂടാകുമ്പോൾ നമ്മുടെ വഴുതനങ്ങ ആദ്യം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വഴുതനങ്ങ ഒന്ന് വറുത്ത് കോരണം നമുക്ക്. നല്ല നന്നായി വറുത്ത് കോരണം കേട്ടോ. അപ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ ഫീൽ ചെയ്യും നമുക്കിത്. നമ്മുടെ ബ്രിഞ്ചോളൊക്കെ അടിപൊളിയായിട്ട് വറുത്തിട്ടുണ്ട്. ബ്രിഞ്ചോളൊക്കെ അടിപൊളിയായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ പൊട്ടാറ്റോസ് ആഡ് ചെയ്യാൻ പോകണം. പൊട്ടാറ്റോസും കൂടി ഒന്ന് വറുത്ത് കോരി ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പൊട്ടാറ്റോസിനെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു പാൻ വെച്ച് അതൊരു സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഓയിൽ ഓൾറെഡി ചൂടായിട്ട് തന്നെ ഇരിക്കുന്നേ. ആദ്യം ഇതിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമ്മളിൽ നല്ല ജീരകം ഇടുന്നുണ്ട്, ഒപ്പം പെരുംജീരകം ഇടുന്നുണ്ട്, പിന്നെ ബേ ലീഫ്, 2-3 കറിയാമ്പ്, 2 ഏലക്കായ, 2 കഷ്ണം പട്ട. ഇതൊന്ന് സോട്ടായി വരട്ടെ. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നു, ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതൊന്ന് സോട്ട് ചെയ്തെടുക്കാണ്. ഉള്ളി അധികം മൊരിയിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 2 ചെറിയ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, ക്യാരറ്റ് ആഡ് ചെയ്യാം. ടൊമാറ്റോ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോൺസ് ആഡ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇല ആഡ് ചെയ്യുന്നുണ്ട്. ഇത്തിരി മതി. ഇതൊക്കെ ഓപ്ഷണലാണല്ലോ. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വേവിക്കുന്നുണ്ട്. ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി മാത്രം. നമ്മൾ വിചാരിക്കും ഓക്കെ ചെമ്മീൻ്റെ ബ്രിഞ്ചോൾ കോംബോ എങ്ങനെ ഉണ്ടാവും, ട്രൈ ചെയ്ത് നോക്കും. ഇറ്റ്സ് റിയലി ടേസ്റ്റി. നമ്മളിത് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നമ്മൾ ഈ വെള്ളം ഒന്ന് വലിച്ചെടുക്കണം. നമുക്കിത് ഇത്തിരി ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. മറ്റുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ സമയത്ത് കുറച്ച് നാരങ്ങനീര് ഒഴിക്കുന്നുണ്ട്. വിനീഗർ ഒഴിച്ചാലും നല്ലതാണ്. ഇപ്പം നാരങ്ങനീരും വിനീഗറും ഇല്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ. ബട്ട് നാരങ്ങനീര് ആണെങ്കിൽ അത് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും. അതുകൊണ്ട് ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഓഫ് ലൈം ജ്യൂസ്. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസ് ബ്രിഞ്ചോൾ ആൻഡ് പൊട്ടാറ്റോ ഇത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നു. ഒന്ന് മിക്സപ്പ് ചെയ്ത് വെക്കാം. ഇനി എല്ലാ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് നന്നാണ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സെക്കൻഡ് ഒന്ന് ക്ലോസ് ചെയ്ത് ആ പൊട്ടാറ്റോയിലും ബ്രിഞ്ചോളിലൊക്കെ ഒന്ന് എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോഴൊന്നും നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല. സോ ഫൈനലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ മസാലയുടെ ടേസ്റ്റ് അതിൽ ബ്ലെൻഡായി കിട്ടും. അതിന് വേണ്ടിയാണ് ഒന്ന് ക്ലോസ് ചെയ്ത് വേവിക്കുന്നത്.
കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പോലെ കണ്ടില്ലേ. റിയലി ഒന്ന് ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ പ്രോൺസിൻ്റെ ഒപ്പം ഇതെങ്ങനെയുണ്ടാകും. ഇറ്റ്സ് റിയലി ടേസ്റ്റി. ഗിവ് എ ട്രൈ. അപ്പോൾ അതിൻ്റെ റിയൽ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. ആ പ്രോൺസും ബ്രിഞ്ചോളും ചട്ടം പൊടിയാകുമ്പോൾ ഇറ്റ്സ് സൂപ്പർ ഫോർ ചപ്പാത്തി ആൻഡ് ഓൾ ദോസ് തിങ്സ്. പ്ലെയിൻ റൈസിൻ്റെ കൂടെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡിഷ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ. ടേക്ക് കെയർ.